ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമാങ്ങ വെച്ചിട്ട് ഒരു കിടിലൻ സംഭാരമാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പച്ചമാങ്ങ കൊണ്ട് സംഭാരം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അത് കഴുകിയിട്ട് കൊടുന്ന മാങ്ങാണേ, ഫ്രഷായിട്ട് കഴുകിയെടുത്തതാണ്. ഇനി നമുക്കത് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യുക, അത് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പീസ് ആക്കണം. എന്നാൽ വലിയ പീസ് ആക്കണ്ട, എന്നാൽ ഒരു മീഡിയം പോലെ ആക്കിയാൽ മതി കേട്ടോ. പെട്ടെന്ന് അരിയാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം പീസാക്കിയിട്ട് എടുക്കണം മാത്രം. അത് രണ്ട് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മാങ്ങ കട്ട് ചെയ്യൽ. അപ്പോൾ ഇതെടുത്ത് ഇനി ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അച്ചാറിന് അരിയണ പോലെ അത്ര കൊണ്ട് ആക്കൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് അരിയാൻ വേണ്ടി ഇത്ര ആക്കിയത് മാത്രം. ഇനിയിപ്പോൾ നിങ്ങളെ സൗകര്യം പോലെ എങ്ങനെ ചരഞ്ഞാൽ മതി, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യുക. പക്ഷെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുന്നത്, അപ്പോൾ അരയണ പാകത്തിൽ വേണം മാങ്ങ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ എല്ലാം വാങ്ങി ഇതേപോലെ കട്ട് ചെയ്ത് പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് പീസാക്കി വെച്ച മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു പീസ് ഇഞ്ചിയാണ്, അത് 2 കഷ്ണമാക്കി ഇട്ട് കൊടുക്കുക. ഇനി ചുവന്നുള്ളിയാണ്, അത് വലുതാണെങ്കിൽ ഒന്നിട്ട് കൊടുത്താൽ മതി. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പച്ചമുളക് കേട്ടോ, എരിയുള്ളതാണെങ്കിൽ 1 മതി. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഫ്രഷായ നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പ്, പച്ചമാങ്ങ ഓൾറെഡി നല്ല പുളിയായിരിക്കും, അപ്പോൾ ഉപ്പ് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അത് അരയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം, ഓവറായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട. ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് സ്ട്രെയിനർ വെച്ചിട്ട് അത് അടിച്ചു വെച്ച് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഒഴിച്ചിട്ട് നമുക്കത് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഇളക്കി അതിൻ്റെ ഇതൊക്കെ ഇറങ്ങി വരും. നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം. സ്പൂൺ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വെച്ചാൽ ആ മിക്സിയുടെ ജാറിൽ തന്നെ ഉണ്ടാവില്ല കുറച്ച് ഇത് മാങ്ങേണ്ടതൊക്കെ, അതിലേക്ക് തന്നെ നമ്മൾ എത്രത്തോളം വെള്ളം എടുക്കുന്നോ അത്രയും വെള്ളം ആ ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. സംഭാരത്തിന് വേണ്ട വെള്ളം ഫുള്ളും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ മിക്സിയുടെ ജാറിൽ തന്നെ ഉണ്ടാവില്ല നമ്മൾ അരച്ചതിൻ്റെ ഇതൊക്കെ, അപ്പോൾ അതും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. എന്തായാലും നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യണമല്ലോ, അപ്പോൾ അത് ജാറിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു മാത്രം. പിന്നെ ഇതുപോലെ തന്നെ നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനിയൊരു 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 2 ഐസ് ക്യൂബ് ഇതേപോലെ ഇട്ട് കൊടുക്കുക. തണുത്ത് കുടിക്കുമ്പോഴേ സംഭാരത്തിന് ഒരു ഇതുള്ളൂ. അപ്പോൾ ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം നമുക്കത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ ഇപ്പോൾ മാങ്ങയുടെ സീസണല്ലേ അപ്പോൾ ഈ വെറും ജ്യൂസും പല റെസിപ്പീസ് ഇപ്പോൾ നമ്മൾ മാങ്ങ കൊണ്ട് ഉണ്ടാക്കും. അപ്പോൾ അതുപോലെ ഒരു കിടിലൻ സംഭാരമൊക്കെ വെയിലത്ത് പോയിട്ട് ഇറക്കി വരുന്ന സമയത്ത്, ചൂട് സമയമല്ല, പുറത്ത് പോയി വരുന്നില്ല, വീട്ടിലിരിക്കുകയാണെങ്കിൽ പച്ചമാങ്ങ എല്ലാം കിട്ടുന്ന സീസണാണ്. അപ്പോൾ ഐസ് ക്യൂബൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ നല്ല ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. സംഭാരം നല്ലതല്ലേ. അപ്പോൾ ജ്യൂസ് കുടിക്കുന്ന പോലെ തന്നെ സംഭാരം ഇതേപോലെ ഇടയ്ക്കുണ്ടാക്കി കുടിക്കുക. മാങ്ങ കിട്ടുമ്പോൾ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കുടിക്കാനൊക്കെ. ഉപ്പൊക്കെ ഇനി നമ്മൾ അനുസരിച്ചിട്ട് കുടിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് നമ്മളത് ഇഷ്ടം പോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പിൻ്റെ കാര്യങ്ങൾ കൂടി പോകണ്ട. അപ്പോൾ നമ്മുടെ മാങ്ങ കൊണ്ടുള്ള സംഭാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.